ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 19-ാമത് വചനം. ദൈവം ദാനിയേലിന് സകല പ്രതിസന്ധികളിലും ബലവും ധൈര്യവും നൽകി. കാരണം സകല പ്രതിസന്ധികളിലും യൗവനാരംഭം മുതൽ ദൈവനാമ മഹത്വത്തിനായി ഉറച്ചു നിന്നവനാണ് ദാനിയേൽ. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചവനാണ് ദാനിയേൽ. അതിനാൽ ദൈവം ദാനിയേലിനെ ഉയർത്തി. പേർഷ്യൻ രാജ്യത്തിലെ 120 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മീതെ വലിയ സ്ഥാനം ലഭിച്ചവനായിരുന്നു ദാനിയേൽ. ചെറുപ്പം മുതൽ ദാനിയേൽ ദൈവസന്നിധിയിൽ കൈക്കൊണ്ട തീരുമാനമാണ് ദാനിയേലിനെ രാജ്യത്തിൽ വലിയവനാക്കിയത്. അതിനാൽ ദൈവത്തിന്റെ സകല സംരക്ഷണവും ദാനിയേലിന് ഉണ്ടായിരുന്നു. ഉയർച്ച വരുമ്പോൾ അസൂയ ജനിക്കും, ശത്രുക്കളും സ്വാഭാവികമായിട്ടുണ്ടാകും. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ടും അവന് രാജാവ് നൽകിയ വിശിഷ്ട പദവി കൊണ്ടും അസൂയ പൂണ്ട അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. ദാനിയേൽ വിശ്വസ്തനായതുകൊണ്ട് ഒരു കാരണവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ സൂത്രത്തിൽ രാജാവിനോട് വ്യാജരേഖ എഴുതി വാങ്ങി. രാജാവിനോട് പ്രാർത്ഥിക്കാത്തവരെ സിംഹക്കൂട്ടിൽ ഇട്ട് വധിക്കണം എന്നായിരുന്നു ആ വ്യാജരേഖ. മാളിക മുറിയുടെ കിളിവാതിലുകളെ യെരൂശലേമിന് നേരെ തുറന്ന് 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു വന്ന ദാനിയേലിനെ രാജകൽപ്പന ലംഘനം എന്ന കുറ്റം ചുമത്തി കൊന്നുകളയുവാനായിരുന്നു അവർ രാജാവിനെ കൊണ്ട് വ്യാജകൽപ്പന എഴുതി വാങ്ങിയത്. അങ്ങനെ രാജാവ് ദാനിയേലിനെ സിംഹക്കൂട്ടിലിട്ട് കൊല്ലുവാൻ വിഷമത്തോടെയാണെങ്കിലും കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ആ രാത്രി സ്വർഗത്തിലെ ദൈവം ദാനിയേലിനെ വിടുവിച്ചു. മാത്രമല്ല, ആ രാജ്യം മുഴുവനും ദാനിയേൽ മുഖേന ദൈവത്തിന്റെ മഹത്വം അറിയുവാനിടയായി വന്നു. കാരണം ദാനിയേലിന്റെ ദൈവമാണ് സത്യദൈവമെന്നും എല്ലാവരും ആ ദൈവത്തെ ആരാധിക്കണമെന്നും രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 26-ാമത് വചനം. ദാനിയേലിനെ പോലെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പേർഷ്യൻ സാമ്രാജ്യത്തിൽ ദാനിയേൽ മുഖേന ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം മുഖാന്തരം ദൈവനാമം മഹത്വപ്പെട്ടു. അബ്രഹാമിനെ കുറിച്ച് അബീമേലെക്ക് സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: അക്കാലത്ത് അബീമേലെക്കും അവന്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോടുകൂടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 22-ാമത് വചനം. ഇസ്ഹാക്കിനെ കുറിച്ച് അബീമേലെക്ക് ഇങ്ങനെ പറഞ്ഞു: അതിന് അവർ, യഹോവ നിന്നോടുകൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 28-ാമത് വചനം. ജോസഫിനെ കുറിച്ച് ഫറവോൻ നല്ല സാക്ഷ്യം പറഞ്ഞു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 38-ാമത് വചനം. യാക്കോബ് ഫറവോനെയും അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 47-ന്റെ 8-ാമത് വചനം. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ് എന്നിവർ മൂലം ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടതായി നാം വായിക്കുന്നു. നമ്മെ നോക്കി നാം ക്രിസ്തുവിന്റെ വക എന്ന് മറ്റുള്ളവർ പറയുമോ? നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ദൈനംദിന ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും യേശുവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമോ? യേശു പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥന ഞങ്ങൾ മൂലം നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്നാണ്. നാം മൂലം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com